സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഭാഗത്തിൽ നിങ്ങൾ കണ്ടതുപോലെ അയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ലഭിച്ചിരുന്നു. അതുകൊണ്ട് അവൻ മനഃപൂർവ്വം ഒരു വഴക്കുണ്ടാക്കുകയും ടോർച്ചർ റൂമിൽ എത്തുകയും ചെയ്യുന്നു. ഇതിന്റെ ആനുകൂല്യം മുതലെടുത്ത് ആ മനുഷ്യൻ വേഗത്തിൽ ആ സ്ക്രൂകൾ അഴിച്ച് ആ വഴിയിലൂടെ പുറത്തുകടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പുറത്തെ കാഴ്ച കണ്ട് അവൻ അമ്പരന്നുപോയി. കാരണം ഈ ജയിൽ ഒരു കപ്പലിനുള്ളിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. ആ കപ്പലാകട്ടെ കടലിന് നടുവിലുമായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായിരുന്നു. മറ്റാരെങ്കിലും കാണുന്നതിനു മുമ്പ് അവൻ നിശബ്ദനായി ആ മുറിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇപ്പോൾ ആ മനുഷ്യൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികൾ തേടുന്നു. അവൻ ഒരു ഉപകരണം നിർമ്മിക്കാൻ തുടങ്ങുന്നു. അതിൽ അവന്റെ സുഹൃത്തുക്കളും സഹായിക്കുന്നുണ്ട്. ആദ്യം അവൻ കണ്ണടയുടെ 2 ലെൻസുകൾ ഒരു കാർഡ്ബോർഡ് കഷ്ണത്തിൽ ഒട്ടിക്കുന്നു. പിന്നീട് ഒരു ഗ്ലാസ് ട്യൂബ് ഈ ഉപകരണത്തിൽ ഘടിപ്പിച്ച് അവൻ ഒരു കോമ്പസ് നിർമ്മിക്കുന്നു. ഇപ്പോൾ ആ കോമ്പസിനെ ടോയ്ലറ്റിലെ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ദിശയുമായി ഒത്തുനോക്കി തങ്ങളുടെ കപ്പൽ ഇപ്പോൾ മൊറോക്കോ രാജ്യത്തിന് അടുത്താണെന്ന് അവൻ ഊഹിച്ചെടുക്കുന്നു. ഇനി എങ്ങനെയെങ്കിലും ഈ കപ്പലിന്റെ ലൊക്കേഷൻ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് വന്ന് തങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. അതിനായി ആ മനുഷ്യൻ ജയിലിലെ ഡോക്ടറുടെ അടുത്ത് പോയി സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. എങ്ങനെയാണ് തന്നെ ഈ ജയിലിനുള്ളിൽ കുടുക്കിയതെന്ന്. ഇത് കേട്ട ഡോക്ടർ അവരെ സഹായിക്കാൻ സമ്മതിക്കുന്നു.